പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കുക, പാസ് നൽകിയ BJP എംപിക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സസ്പെൻഷനിലായ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം തുടരുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, കഴിഞ്ഞ ദിവസം പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് 90ഓളം എംപിമാരെ ലോക്സഭയിലും രാജ്യസഭയിലുമായി സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. 3 മാസം വരെയാണ് പല എംപിമാരെയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ പാസ് നൽകിയതടക്കമുള്ളതിൽ BJP എംപിമാരുടെ പങ്കാണ് വളരെ വ്യക്തമായിട്ടുള്ളത്. പക്ഷേ നിലവിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല. ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, എങ്ങനെയാണ് പാർലമെന്റിന് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം പുരോഗമിക്കുന്നത്? സിജു, ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും പാർലമെന്റിൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ സഭയിലെത്തണമെന്നും കൃത്യമായിട്ട് ഒരു പ്രസ്താവന, പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രസ്താവന നടത്തണമെന്നും ഒരാവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെടുന്നത് അക്രമിക്ക് പാസ് നൽകിയ BJP അംഗം പ്രതാപ് സിംഹയ്ക്കെതിരെ കടുത്ത നടപടി, പുറത്താക്കൽ നടപടി ഉൾപ്പെടെ സ്വീകരിക്കണം എന്നൊരാവശ്യവും മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും, ഇത്തരം ആവശ്യങ്ങൾക്കൊന്നും വഴങ്ങാതിരുന്ന ഭരണപക്ഷം ഇന്നലെ സ്വീകരിച്ച നടപടി എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിനെതിരെ നീങ്ങുക എന്ന് തന്നെയായിരുന്നു. ഇന്നലെ കൊണ്ട് മാത്രം 92 എംപിമാർക്കാണ് രാജ്യസഭയിലും ലോക്സഭയിലും സസ്പെൻഷൻ ലഭിച്ചത്. അതിൽ രാജ്യസഭയിൽ 11 എംപിമാർ CPIM അംഗങ്ങളായിട്ടുള്ള ജോൺ ബ്രിട്ടാസ്, A റഹീം, അതോടൊപ്പം തന്നെ CPI അംഗങ്ങളായിട്ടുള്ള ബിനോയ് വിശ്വം, സന്തോഷ് കുമാർ ഉൾപ്പെടെ 11 എംപിമാർക്ക് 3 മാസത്തേക്കാണ് ഇത്തരത്തിൽ സസ്പെൻഷൻ കഴിഞ്ഞ ദിവസം നൽകിയത്. അതോടൊപ്പം തന്നെ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഇവരുടെ തുടർ നടപടികൾക്ക് ശുപാർശ നൽകിയിട്ടുമുണ്ട്. 3 മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് നൽകണം എന്നതാണ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിനെ തുടർന്ന് തന്നെയാണ് ഇന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാരൊക്കെ തന്നെ പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഒരു പ്രതിഷേധം, പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം നടത്തി. അതോടൊപ്പം തന്നെ സഭാ കവാടത്തിലും പാർലമെന്റിന്റെ കവാടത്തിലും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ പ്രതിപക്ഷ എംപിമാരുടെ, സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാരുടെ ഭാഗത്തുനിന്നും ഉയർന്നു വന്നത്. അതോടൊപ്പം സഭയ്ക്കകത്തും ശക്തമായിട്ട് ഒരു പ്രതിഷേധം ഇന്ന് അരങ്ങേറിയിരുന്നു. ലോക്സഭയിൽ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ പ്ലക്കാർഡുകളുമായിട്ടാണ് എത്തിയത്. ഇത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ ക്ഷുഭിതനാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓം ബിർള ഇന്നും പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഒരു താക്കീത് നൽകിയിരിക്കുന്നത് സഭാ മര്യാദകൾക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്നതാണ്. പ്ലക്കാർഡുകളുമായി സഭയിൽ വരരുത് എന്നൊരു താക്കീത് ലോക്സഭാ സ്പീക്കറുടെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരു സഭകളും, അതായത് ലോക്സഭയും രാജ്യസഭയും 12 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. സിജു, ശരി, ഏതായാലും പ്രതിപക്ഷത്തോട് സ്പീക്കർ പറയുന്നത് പാർലമെന്റിൽ പ്ലക്കാർഡുകളുമായി വരാൻ പറ്റില്ല, പക്ഷേ BJP എംപി ആണെങ്കിൽ ബോംബുമായി വരാം എന്നുള്ളതാണ് സ്പീക്കർ ഓം ബിർളയുടെ നിലപാടുകളിലൂടെ വ്യക്തമാക്കുന്നത്. വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.